പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഞാൻ തൃശ്ശൂർ തിരുഹൃദയ ലത്തിമ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ജെയിംസ്. എൻ്റെ അനുജൻ്റെ ഒരു സാക്ഷ്യം പറയുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അനുജൻ്റെ പേര് ജോഷി സിയൽ. അനുജൻ ഓൾറെഡി ഒരു ഷുഗർ പേഷ്യൻ്റാണ്. അനുജന് മുഖത്ത് നീർക്കെട്ട് മൂലം തൃശ്ശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയുണ്ടായി കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ. അവിടെ നിന്ന് വേദനയുടെയും പഴുപ്പ് മാറുന്നതിൻ്റെ ഗുളിക 2 ആഴ്ചത്തോളം തുടർച്ചയായി കൊടുത്തു. പക്ഷേ എന്നിട്ടും ഇതിനൊരു കുറവ് വരാതെ ആയപ്പോൾ ബയോപ്സിക്ക് അയച്ചപ്പോൾ ആ ബയോപ്സിയുടെ റിസൾട്ട് വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിന് ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞ ഒരു അസുഖമായിരുന്നു. ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞ അസുഖം, അതിൻ്റെ ഫുൾ നെയിം മൈക്രോമൈക്കോസിസ്. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ 6 മുതൽ 11 ദിവസം വരെയായിരിക്കും ഈ മനുഷ്യൻ്റെ ആയുസ് ഉണ്ടായിരിക്കുകയുള്ളൂ. കാരണം ഇത് അതിവേഗം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രത്യേകിച്ച് കോശങ്ങളിൽ പടർന്നു പിടിക്കുന്ന ഒരു അസുഖമാണ്. ഇദ്ദേഹത്തിൻ്റെ വായ്ക്കകത്തെ എല്ലാ അവയവങ്ങളും ഒരു പരിധിവരെ ആ ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ നശിച്ചു തുടങ്ങി. അതിനുശേഷം ഇത് കണ്ണിൻ്റെ ഭാഗത്തേക്കാണ് കയറിയത്. പക്ഷേ കണ്ണിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ മാതാവ് വരച്ച പോലെ ആ അസുഖം അവിടെ നിൽക്കുകയുണ്ടായി. അല്ലെങ്കിൽ ഇത് തലച്ചോറിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ ജീവിതാവസാനം വരെ കോമ സ്റ്റേജിലാണ് കിടക്കേണ്ടിയിരുന്നത്. ഇതിന് ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഞങ്ങൾ തൃശ്ശൂർ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്കാണ് ആദ്യം മാറ്റിയത്. അവിടെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വരുന്ന തുക ഒരു ഇഞ്ചക്ഷന് 35,000 രൂപയാണ് ആവശ്യപ്പെട്ടത്. ഏകദേശം 35 മുതൽ 40 ഇഞ്ചക്ഷൻ വേണ്ടി വരുമെന്നാണ് അവിടുത്തെ അധികൃതർ പറഞ്ഞത്. പക്ഷേ അപ്പോൾ ഏകദേശം 40 ലക്ഷം രൂപയാണ് 3 മാസത്തെ ട്രീറ്റ്മെൻറ്റിന് അവർ നമ്മളോട് ചോദിച്ചത്. നമുക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഇദ്ദേഹത്തിനെ മാറ്റി. അവിടെ ചെന്നപ്പോൾ പ്രത്യേകിച്ച് അവിടെ വലിയ സ്വാധീനങ്ങളുണ്ടായിരുന്നില്ല. നമുക്ക് അവിടെ ആകെ സ്വാധീനം ഉണ്ടായിരുന്നത് പരിശുദ്ധ അമ്മയും ദേവമാതാവും ഈശോ തമ്പുരാനും മാത്രമായിരുന്നു. ഞങ്ങൾ ഓരോ ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഗൈനോ ഒഴികെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇദ്ദേഹത്തിന് ഓരോ ദിവസം കൊണ്ടുപോകേണ്ടതായിട്ട് വന്നു. ഏകദേശം 90 ദിവസത്തോളം അവിടെ അഡ്മിറ്റായിരുന്നു. ഒരു 45 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് സർജറി ഫിക്സ് ചെയ്തത്. അതുവരെ ഈ വില കൂടിയ ഇഞ്ചക്ഷൻ നമുക്ക് ദൈവകൃപയാൽ യാതൊരു തടസ്സമില്ലാതെ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിനുശേഷം സർജറിക്ക് 3 മണിക്കൂർ മുന്നേ അനസ്തേഷ്യ കൊടുത്തിട്ട് ഇദ്ദേഹത്തിനെ സർജറിക്ക് കൊണ്ടുപോയി. സർജറി ഏകദേശം 9 മണിക്കൂറായിരുന്നു സർജറി നടന്നത്. സർജറി കഴിഞ്ഞ് ഇദ്ദേഹത്തിനെ വെൻറ്റിലേറ്ററിലേക്ക് 3 ദിവസം മാറ്റി. അത് കഴിഞ്ഞ് വീണ്ടും 2 ദിവസം ICUയിലേക്ക് മാറ്റി. ICUയിൽ ചെന്നപ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ മാതാവിൻ്റെ കരുതൽ എത്രത്തോളം ഞങ്ങൾക്കുണ്ടായെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം സർജറിക്ക് കയറ്റുന്നതിന് മുൻപ് എല്ലാം നമ്മുടെ ശരീരത്തിലെ എല്ലാം മാലയും കമ്മലും എന്തൊക്കെയാണോ അതെല്ലാം ഊരി വയ്ക്കണം. ഈവൻ പല്ലുമ്മ കമ്പിയിട്ടതുണ്ടെങ്കിൽ പോലും അത് നമ്മൾ അഴിച്ചു വെച്ചിട്ട് നമ്മൾ സർജറി റൂമിലേക്ക് കയറ്റുള്ളൂ. 9 മണിക്കൂറാണ് സർജറി. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഡോക്ടർമാർ വന്നിട്ട്, ഞാനും എൻ്റെ വേറൊരു ബ്രദറാണ് ഇദ്ദേഹത്തിന് നോക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അവർ വന്നിട്ട് പറയും, A പ്ലാൻ അല്ല, ഇതിപ്പോൾ B പ്ലാനിലാണ് ചെയ്യുന്നത്, എന്തും സംഭവിക്കാം, ഈശ്വരനോട് പ്രാർത്ഥിച്ചോളൂ, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നത് ഞങ്ങൾ ചെയ്യും. അവിടുത്തെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് 4 സർജന്മാരാണ് ഇദ്ദേഹത്തിൻ്റെ സർജറിക്ക് വന്നത്. അതായത് ഈ കഴുത്തിൻ്റെ ഇവിടെയൊന്നും വായ്ക്കകത്താണ് ഫുള്ള് സർജറി എടുത്തത്. ICUയിൽ വന്നപ്പോൾ ഉണ്ടായ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ ICUയിലുള്ള ഡോക്ടേഴ്സ് ചെക്കപ്പ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കറുത്ത കൊന്ത കിടക്കുന്നു. അവിടെ ഒന്നും ഇല്ലാതെയാണ് ഇദ്ദേഹത്തിനകത്തേക്ക് പ്രവേശിച്ചത്. പക്ഷേ കറുത്ത കൊന്ത ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ട്. മാതാവ് കറുത്ത കൊന്ത ഇടിച്ച പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് മാറ്റിയത്. ഞങ്ങൾ മുറിയിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയി ആ തൈലം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, മാതാവിൻ്റെ ഫോട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ മാതാവിൻ്റെ ഫോട്ടോ ഇദ്ദേഹം കിടക്കുന്ന ബെഡിൻ്റെ മീത വെച്ചിട്ട് ഞങ്ങൾ രാവിലെ 5:30-ക്കും വൈകിട്ട് 6 മണിക്കും തിരികൾ കത്തിച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് അലോഡ് ചെയ്ത റൂമിൽ 6 ബെഡായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവിടെയുള്ള മറ്റ് പേഷ്യൻസും മറ്റാൾക്കാരും ഞങ്ങളോടൊപ്പം തന്നെ വന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ടായി. ഇദ്ദേഹത്തിന് കൊണ്ടുപോയ തൈലം പുരട്ടി കൊടുക്കുമായിരുന്നു. അങ്ങനെ
വലിയൊരു അപകടത്തിൽ നിന്ന് മാതാവ് ഇദ്ദേഹത്തെ കൈപ്പിടിച്ച് ഉയർത്തുകയുണ്ടായത്. ഇത്രയും വലിയൊരു ഉപകാരം ഞങ്ങൾക്ക് മാതാവ് ചെയ്തിട്ട് പോലും ഞങ്ങൾ അല്പം സമയം എടുത്ത് ഇവിടെ വന്ന് പറയാനായിട്ട്, ഞങ്ങൾ കഴിഞ്ഞ സാഹചര്യത്തിൽ ഇദ്ദേഹം മാത്രമാണ് വന്നിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതിവിടെ പറയാൻ സാധിച്ചില്ല. സാക്ഷ്യം പറയാനാണെങ്കിൽ ഒരാളും കൂടിയും വേണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇന്ന് ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ സാധിച്ചു. മാതാവിനും ഈശോനാഥനും ഒത്തിരി കോടാനുകൂടി നന്ദി പറയുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കുവാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യുവാൻ പോകുന്നു. ജോഷി എന്ന ഈ സഹോദരൻ്റെ അത്ഭുതകരമായ രോഗസൗഖ്യത്തെയാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്ന ഒരു രോഗം ബാധിക്കുകയും അത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന വളരെ ഗുരുതരമായ തീവ്രമായ ഒരു രോഗാവസ്ഥയാണെന്ന് ഇവർ തിരിച്ചറിയുകയും, എന്നാൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലായിരിക്കുന്നത് കൊണ്ട് തന്നെ പൂർണ്ണമായി അമ്മയിൽ ഈ മകനെ സമർപ്പിച്ച് ശരണപ്പെടുത്തുന്നതിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ പങ്കുവച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ 40 ലക്ഷത്തോളം രൂപയുടെ ചെലവ് പറഞ്ഞ ചികിത്സ ആ നിവൃത്തികേട് കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറുമ്പോൾ അവിടെയും അവർ വലിയ പ്രതീക്ഷ കൊടുക്കുന്നില്ല. 5 ഇഞ്ചക്ഷനുള്ള സാധ്യത പറയുന്നുണ്ട്. എന്നാൽ 35ഓളം ഇഞ്ചക്ഷൻ വേണമെന്ന് അറിയാം. ഓപ്പറേഷൻ സക്സസ് ആകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കൂടുതൽ ശരീരത്തിലേക്ക് രോഗം പടർന്നുകൊണ്ടിരിക്കുന്നു. ഏതു നിമിഷവും കോമയിലേക്കും മരണത്തിലേക്കും മാറുമെന്ന് ഡോക്ടർമാർ തന്നെ വീട്ടുകാരെ മണിക്കൂർ വെച്ച് വിളിച്ചറിയിക്കുന്നു. അത്ര ഗൗരവമുള്ള ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധമ്മയുടെ ഉടമ്പടി തൈലം, പരിശുദ്ധമ്മയുടെ ഉടമ്പടിയുടെ ഉപ്പ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് അമ്മ മാതാവ് കൂടെ ഉണ്ടാകുവാനും സംരക്ഷിക്കുവാനും മരുന്ന് ചെയ്യുന്നത് മുഴുവനും ഫലിക്കുവാനും ഡോക്ടർമാരുടെ കരങ്ങളിലൂടെ ഓപ്പറേഷൻ ചെയ്യുന്നത് മുഴുവനും പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടുവാനും വേണ്ടി കുടുംബം കണ്ണീരോടും പ്രത്യാശയോടും പ്രാർത്ഥിക്കുന്നത്. സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് ഓപ്പറേഷൻ കഴിഞ്ഞ് വെന്റിലേറ്ററിൽ നിന്നും ICUവിലേക്ക് മാറ്റുമ്പോൾ ഈ രോഗിയായ ജോഷിയുടെ കഴുത്തിൽ ഒരു കറുത്ത കൊന്ത കിടക്കുന്നതാണ് ഡോക്ടർമാർ കാണുന്നത്. അവരെല്ലാവരും പരസ്പരം ചോദിക്കുന്നതും ഈ കൊന്ത എവിടുന്ന് വന്നു എന്നുള്ളതാണ്. കുടുംബത്തിനാരും കൊന്ത കൊണ്ടുപോയി ധരിപ്പിച്ചിട്ടില്ല. ഓപ്പറേഷന് ഈ പിടലിയുടെ അവിടെയും വായിലേക്കുള്ള ഭാഗത്തുമാണ് ഓപ്പറേഷൻ നടത്തുക. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന സമയത്ത് കൃത്യമായി ഡോക്ടർമാർക്കറിയാം കഴുത്തിലൊന്നുമില്ലായിരുന്നുവെന്നും അവർക്കറിയാവുന്നതാണ്. അതാണ് കുടുംബം വിശ്വാസത്തോടെ സന്തോഷത്തോടെ ഏറ്റുപറഞ്ഞ് നന്ദി പറയുന്നത്. എൻ്റെ അമ്മ മാതാവ് കൊണ്ടുവന്ന് കൊന്ത ധരിപ്പിക്കുകയും അമ്മ മാതാവിൻ്റെ സാന്നിധ്യം പങ്കുവെച്ചു കൊടുക്കുകയും അതുകൊണ്ട് തന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഈ രോഗത്തിൻ്റെ സൗഖ്യം നൽകിക്കൊണ്ട് സഹോദരനെ കൈപിടിച്ച് നടത്തുകയും ചെയ്തുവെന്ന അത്ഭുതകരമായ പ്രവൃത്തികൾ, വിശ്വസിക്കുവാനാവാത്ത സംഭവങ്ങൾ, നമ്മൾ ശരണപ്പെട്ട ഉടമ്പടിയിൽ ജീവിക്കുകയും അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് നിയോഗങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഏതൊരു ദുരിതാവസ്ഥയിൽ നിന്നും നമ്മളെ കരം പിടിച്ചുയർത്തുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് കൂടെ വന്ന് അനുഗ്രഹിക്കും, സഹായിക്കും, വഴി നടത്തുമെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സഹോദരൻ ലഭിച്ച ഈ അത്ഭുതകരമായ വ്യക്തമായ രോഗസൗഖ്യത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.